നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനാധിപത്യം അതിന്റെ സർവ്വശോഭയോടെയും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണിത്. 6 മണിക്കും വരിയിൽ നിന്നവർ ടോക്കൺ വാങ്ങി കാത്തുനിൽപ്പ് തുടരുകയാണ്. വർദ്ധിത വീര്യത്തോടെ ഇങ്ങനെ വോട്ട് കുത്തിയിട്ട് ഇപ്പോൾ 2019-ൽ 20-ൽ 19 ജയിച്ചത് UDF. ഇത്തവണ കാറ്റ് എങ്ങോട്ട്? പാപിയുടെ കൂടെ കൂടിയാൽ സ്വയം പാപിയാകുമെന്ന് LDF കൺവീനർക്ക് മുഖ്യമന്ത്രി പരസ്യ താക്കീത് നൽകിയ ദിവസം കൂടിയാണിത്. TG നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും തുറന്നുവിട്ട വിവാദത്തിൽ ഇന്നലെ വരെ പിടിച്ചുനിന്ന EP ജയരാജനെ ജനം ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി തിരുത്തുകയായിരുന്നു. ഇതോടെ വിവാദത്തിൽ EP ജയരാജൻ ഒറ്റപ്പെട്ടു. കനത്ത പോളിംഗും കടുത്ത വാചകങ്ങളും നിറഞ്ഞ വോട്ടിംഗ് ദിവസ വിശേഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇലക്ഷൻ സ്റ്റണ്ട്. തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്നു തിരുവനന്തപുരം. എപ്പോഴും എന്നതുപോലെ തിരുവനന്തപുരം ജനാധിപത്യത്തിന്റെ രഹസ്യാത്മകത മുഴുവൻ ഒളിപ്പിച്ച് രാവിനെ കനം വെക്കുമ്പോഴും ജനം വരി നിൽക്കുകയാണ്. എന്തായിരിക്കും എഴുതിത്തീരാത്ത ആ വിധി എന്ന് നോക്കാം. ഷഫീദ് റാവുത്തർ ചേരുന്നു പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചോ? ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു മനസ്സ്? എങ്ങനെയാണ് ഈ പോളിംഗ് ദിനത്തിൽ അവരത് വ്യക്തമാക്കുന്നത്? വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ 3 മുന്നണികൾക്കും ഒരേപോലെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. മാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അടിയൊഴുക്കുകൾ മാത്രവുമല്ല അവസാന നിമിഷത്തെ ചില നീക്കങ്ങളടക്കം നിർണായകമായൊരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അതിന്റെ പോളിംഗ് പൂർത്തിയായിട്ടില്ല. പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട ക്യൂവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പുരോഗമിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പരിശോധിച്ച് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 6:45 പുറത്തു വന്ന കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം 65.68 ഇനി കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ 73% പോളിംഗ് പോയിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 73.06 ആയിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം എന്ന് പറയുന്നത്. ഇനി മണ്ഡലം തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മണിക്കാണ് മണ്ഡലം തിരിച്ചുള്ള ഏറ്റവും അവസാനത്തെ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ലോഡ് ചെയ്യുന്നത്. ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് കോവളം മണ്ഡലത്തിലാണ്. കോവളത്ത് 69.21% പോളിംഗ്. കോവളം നമുക്കറിയാം കഴിഞ്ഞ കുറെ ലോക്സഭാ തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ പരിശോധിക്കുകയാണെങ്കിൽ UDFിനൊപ്പം നിൽക്കുന്ന UDFിന് ആകെയുള്ളൊരു മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ UDFിന് ആകെയുള്ളൊരു മണ്ഡലം കോവളമാണ്. UDFിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ അപ്രമാദിത്വം നേടിക്കൊടുത്ത കോവളത്ത് ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി 69.21 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കഴക്കൂട്ടം മണ്ഡലമാണ്. കഴക്കൂട്ടം മണ്ഡലം 2019 സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDFിന് മുൻതൂക്കമുണ്ട്. പക്ഷേ NDA 2ാം സ്ഥാനത്തായിരുന്നു. NDA അവിടെ വോട്ട് ഉയർത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ കഴക്കൂട്ടത്ത് ഇത്തവണ കാര്യമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് 64.40. മറ്റൊന്ന് നേമമാണ്. നമുക്കറിയാം BJPക്ക് ശക്തമായിട്ടുള്ള ഒരു മുൻതൂക്കമുള്ള മണ്ഡലമാണ് നേമത്ത് ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 62.68 നേമം കഴിഞ്ഞ തവണ കൂടി NDA കാര്യമായി സഹായിച്ചൊരു മണ്ഡലമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇനിയുള്ളത് തിരുവനന്തപുരം നഗരമണ്ഡലമാണ്. തിരുവനന്തപുരത്ത് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 54.32. അത്രയും ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. മറ്റ് മണ്ഡലങ്ങളും സമാനമായ സ്വഭാവം പുലർത്തുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDF അനുകൂല മണ്ഡലത്തിലും അതേപോലെ തന്നെ NDAക്ക് മുൻതൂക്കമുള്ള മണ്ഡലത്തിലും കാര്യമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. അതേസമയം ഈ തീരദേശ മണ്ഡലമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറഞ്ഞാൽ ഈ നെയ്യാറ്റിൻകര അടക്കമുള്ള സ്ഥലങ്ങളിൽ കാര്യമായ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 3 മുന്നണികൾക്കും പ്രതീക്ഷിക്കാൻ പലതുണ്ട്. ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ദേശീയ ശ്രദ്ധ പതിഞ്ഞു കിടക്കുന്ന മണ്ഡലമാണ്. അവിടെ പോളിംഗിന്റെ സമയം കഴിഞ്ഞു. ക്യൂവിൽ വരിയിൽ നിൽക്കുന്നവർ എണ്ണം ഇപ്പോഴും ഉണ്ട്. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം. പാലക്കാടൻ കാറ്റ് എങ്ങോട്ട്? പാലക്കാട് അവസാന ദിവസങ്ങളിലേക്ക് എത്തിയതോടെ മത്സരം മുറുകുന്നതാണ് നമ്മൾ കണ്ടത്. തീർത്തും പ്രവചനാതീതം എന്ന് തന്നെ പറയാം. നിഖിൽ പ്രമേഷ് ഉണ്ട് നമ്മളോടൊപ്പം പാലക്കാട് നിന്ന്. നിഖിൽ, പാലക്കാട് ഇപ്പോഴും പോളിംഗ്
സമയം കഴിഞ്ഞ് എല്ലായിടത്തും വോട്ടിംഗ് കഴിഞ്ഞോ അതോ ആളുകളുടെ നിര ഇപ്പോഴും ഉണ്ടോ? എന്താണ് പാലക്കാട്ട് നിന്നുള്ള പുതിയ വിവരങ്ങൾ? പാലക്കാടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്ക് ആറ്റിങ്ങലിലേക്ക് പോകാം. ആറ്റിങ്ങൽ എഴുതിയ ജനവിധി എന്ത്? ആറ്റിങ്ങലിലെ മുക്കോണ മത്സരത്തിന്റെ ചൂടും ചൂരും ഓരോ വോട്ടർമാരുടെയും മുഖത്ത് നിഴലിച്ചിട്ടുണ്ട്. ഇന്ന് ഫലം എന്താകുമെന്ന ആശങ്ക ഓരോ പ്രവർത്തകരുടെയും മുഖത്തുമുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങലും. എന്താണ് ഒടുവിലത്തെ പോളിംഗ് ശതമാനം? അത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വേണു, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. കഴിഞ്ഞ തവണ 74.48% പോളിംഗ് ആയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവസാനമായി ലഭിക്കുന്ന കണക്ക് പ്രകാരം 68% നിലവിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് ചെയ്തിരിക്കുന്നത്. ഇനിയും നിരവധി ആളുകൾ ക്യൂവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം ഉയരും. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ അത്രത്തോളം പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് വയ്ക്കുന്നത്. കാരണം ഈ LDFന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ചതാണ്. അന്ന് നെടുമങ്ങാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചു കയറിയത്. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും, അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ LDF ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധി എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യവും അതാണ്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് കണക്കിലേക്ക് വന്നാൽ 68% പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അരുവിക്കര മണ്ഡലത്തിലാണ്. 69% നിലവിൽ അരുവിക്കര മണ്ഡലത്തിൽ പോൾ ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ കാട്ടാക്കട. ഞങ്ങൾ തിരിച്ചു വരാം. ഞങ്ങൾ തിരിച്ചു വരാം. ഇപ്പോൾ കിഴക്കമ്പലത്ത് നിന്നുള്ള വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. കിഴക്കമ്പലത്ത് CPIM 2020 സംഘർഷം നടക്കുന്നു. 4 2020 പ്രവർത്തകർക്ക് പരിക്ക് പറ്റി എന്നുള്ള വിവരം വരുന്നുണ്ട്. വിനീത VG ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിനീത, എന്താണ് സംഭവിച്ചത്? ഗോവിന്ദ്, വൈകിട്ടോടു കൂടിയാണ് സംഘർഷം ഉണ്ടാവുന്നത്. ബൂത്തിലുണ്ടായ തർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കിഴക്കമ്പലം മലയിടം തുരുത്തിയിലാണ് CPM പ്രവർത്തകരും ഒപ്പം തന്നെ 2020 പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നത്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പമുള്ള മറ്റു പ്രവർത്തകർ ഇടപെട്ടാണ് പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റുന്നത്. ഇതിൽ 4 2020 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. ഗോപി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. 2020 പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു CPM പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ. ഇനി നമുക്ക് ആലപ്പുഴയിലെ വിവരങ്ങൾ നോക്കാം. ത്രില്ലടിപ്പിച്ച് ആലപ്പുഴ. ആലപ്പുഴ ബാക്കി വെച്ച കനൽത്തരി കെടുമോ തെളിയുമോ? പോളിംഗ് ശതമാനം ഒരു ഉത്തരത്തിനും വഴങ്ങുന്നതല്ല. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഈ പോളിംഗ് പൂർത്തിയായിരിക്കുന്ന അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അവിടെ പോളിംഗ് ശതമാനം എത്രത്തോളം ഉണ്ട്? കനത്ത പോളിംഗ് ആയിരുന്നോ? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് മനീഷ്? ഗോപികൃഷ്ണൻ, കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു പിടുത്തവും തരാത്ത രീതിയിലുള്ള ശതമാനക്കണക്കും പോളിംഗ് രീതിയുമായിരുന്നു. നിലവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 950 പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ 1333 പോളിംഗ് സ്റ്റേഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഏകദേശം ഇനി 400ഓളം പോളിംഗ് സ്റ്റേഷനുകളിലെ കണക്ക് കൂടി വരാനുണ്ട്. നിലവിലത്തെ കണക്കനുസരിച്ച് 73.05% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 80.25 ആയിരുന്നു. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആലപ്പുഴ. രണ്ടാമത് അമ്പലപ്പുഴയിലാണ്. ഏറ്റവും കുറവ് കായംകുളത്താണ്. കായംകുളത്തും ചേർത്തലയിലുമായിരുന്നു നേരത്തെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് വിജയം കൈവരിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുള്ള 2 മേഖലയായിരുന്നു ചേർത്തലയും കായംകുളവും. കായംകുളത്ത് വോട്ടിംഗ് ശതമാനം താരതമ്യേന കഴിഞ്ഞ തവണയും കുറവായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ കൃത്യമായ കേഡർ വോട്ടുകൾ എപ്പോഴും പാർട്ടിക്ക് ലഭിക്കാറുണ്ട്. നിലവിലത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ശോഭ
ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ടുകൾ പിടിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇവിടുത്തെ ഗതി നിർണ്ണയിക്കുന്നത്. അത് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാണെന്നുള്ള കാര്യമാണ്. തീരദേശ മേഖലയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞും കനത്ത പോളിംഗ് ഉണ്ടായിരുന്നു. തീരദേശ മേഖലയിലെ ലത്തീനൊപ്പം തന്നെ തീവ്ര സമുദായത്തിലെ വോട്ടുകൾ നിർണായകമാണ്. ഒപ്പം തന്നെ മണ്ഡലത്തിൽ 35% വരുന്ന ഈഴവ വോട്ടുകളുണ്ട്. 73% ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം പകുതിയിലധികവും ഉള്ളത് ഈഴവ വോട്ടുകളാണ്. ആ ഈഴവ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഒരു പരിധിക്കപ്പുറം വോട്ട് പിടിക്കും. കഴിഞ്ഞ തവണ 1,87,000 എന്ന ചരിത്ര ഭൂരിപക്ഷം BJP നേടിയിരുന്നു. അതിനു മുൻപ് 50,000 മുകളിൽ ഏകദേശം 49,000 വോട്ടുകൾ മാത്രം BJP പിടിച്ചിരുന്ന മണ്ഡലത്തിൽ 1,87,000 പിടിച്ചു. അത് മറികടക്കാനുള്ള വലിയ പ്രയത്നം BJP താഴെത്തട്ടിലടക്കം, അതായത് ചരിത്രത്തിൽ ഇന്നേവരെയും BJP അത്തരത്തിലുള്ള പ്രവർത്തനം ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടില്ല. ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും ആരിഫിൻ്റെയും ഇന്നത്തെ തന്നെ പ്രവർത്തനം, അതായത് ഓരോ സ്ഥലങ്ങളിലും പ്രാദേശികമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാനെത്താത്ത ആളുകളെയൊക്കെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനം നടന്നു. അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ വലിയ അനിശ്ചിതത്വമാണ്. ഒരു തരത്തിലുമുള്ള പ്രവചനവും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇനി 400ഓളം പോളിംഗ് സ്റ്റേഷനുകളിൽ 6 മണിക്ക് മുൻപ് വന്നവരുടെ പോളിംഗ് ഇനിയും രേഖപ്പെടുത്തി ശതമാന കണക്കിലേക്ക് എത്താനുണ്ട്. അത് ഏകദേശം 80% തന്നെ എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. ഗോപികൃഷ്ണൻ. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്തെ ട്രെൻഡ് എന്ത്? പോളിംഗ് ശതമാനത്തിൽ താരതമ്യേന കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. 2019 സ്ഥിതിയുമായി നോക്കിയാൽ പോളിംഗ് കുറയുമെന്നാണ് ആദ്യ സൂചനകൾ. അതാരെ തുണയ്ക്കും? അതെ, നമുക്ക് നോക്കാം. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അരുൺ, കൊല്ലത്ത് നിന്നുള്ള ഒരു ഇന്നത്തെ മത്സര ചിത്രം, ഇന്നത്തെ പോളിംഗ് ചിത്രം എന്താണ്? പോളിംഗ് ശതമാനം എത്രയുണ്ട്? കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് കൂടിയിട്ടുണ്ടോ കൊല്ലത്ത്? വേണുഗോപികൃഷ്ണൻ, നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4%-ലധികം ഈ പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഒരു കണക്കായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പലയിടങ്ങളിലും ഇപ്പോഴും ഈ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇതിന്റെ കണക്കുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെ അതിനോട് തന്നെ അനുബന്ധിച്ചെത്തും എന്നുള്ളതാണ് നിലവിൽ ഇത് തിരഞ്ഞെടുപ്പ് വിഭാഗം പറയുന്നത്. എന്തായാലും ആ കണക്കുകൾ പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മറ്റൊന്ന്, ഈ പോളിംഗ് രീതിയാണ്. അത് കിഴക്കൻ മേഖലയിലും തീരദേശ മേഖലയിലും ശക്തമായ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ പുനലൂര്, കടയ്ക്കൽ അടക്കമുള്ള മേഖലയിൽ അത് ഏതൊരു തരത്തിൽ ആ വോട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കനത്ത പോളിംഗ് കിഴക്കൻ മേഖലയിൽ രാവിലെ മുതൽ ഈ നിമിഷം വരെയും ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന് തീരദേശ മേഖലയിലാണ്. തീരദേശ മേഖലയിൽ ജനം കാത്തുനിന്ന് ഒട്ടുനിന്ന സ്ഥിതിയാണുള്ളത്. ഉച്ചയ്ക്ക് മാത്രമാണ് അല്പം മന്ദഗതി ഉണ്ടായത്. ഈ വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഈ രണ്ട് മേഖലയിലുമാണ് CPM അതുപോലെ തന്നെ കോൺഗ്രസും, അത് UDF-നെ ആയാലും LDF-നെ ആയാലും വളരെ ശക്തിയായി അവർ പ്രചരണങ്ങൾ നടത്തിയത്. കാരണം പ്രേമചന്ദ്രനെതിരെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രം വിജയം കണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ രണ്ട് രീതിയിലുള്ള ഈ കിഴക്കൻ മേഖലയിലെയും തീരദേശ മേഖലയിലെയും വോട്ടിങ്ങിലുണ്ടായ ഈ മാറ്റം അത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇരു മുന്നണികളും ഈ ഘട്ടത്തിൽ തന്നെ പ്രാഥമികമായി അവകാശപ്പെടുന്നത്. എന്തായാലും കൂട്ടലും കിഴിക്കലും എല്ലാം ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് രീതിയിൽ വരും എന്നുള്ളത് വരും മണിക്കൂറുകൾ മാത്രമേ അത് കൂടുതൽ മത്സര ചിത്രം എന്തായിരുന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ. കൊല്ലത്തിലുള്ള പോളിംഗിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ രാജ് നൽകിയത്. നമ്മൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് പൂർത്തിയാകുമ്പോൾ അവിടുത്തെ പോളിംഗ് നിരക്ക് എങ്ങനെയായിരുന്നു, ഏത് നിലയിലാണ് ജനങ്ങൾ ഇന്ന് പോളിംഗിനോട് പ്രതികരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിധിയെഴുത്ത് ദിനത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ എങ്ങനെയാണ് ഇന്നത്തെ പോളിംഗിനോട് പ്രതികരിച്ചത്? പലയിടങ്ങളിലും പോളിംഗ് സമയം കഴിഞ്ഞിട്ടും നീണ്ട നിര ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകും. എങ്ങനെയാണ് പലയിടങ്ങളിലെയും പോളിംഗ് ശതമാനം എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ പരിശോധിക്കുന്നത്. അടുത്ത നമ്മൾ പോകുന്നു മാവേലിക്കര മണ്ഡലത്തിലേക്ക്. ഇതാ മാവേലിക്കര. പൊതു ട്രെൻഡിൽ നിന്നും വ്യത്യസ്തമായത് സംഭവിച്ച ഇടമാണ് മാവേലിക്കര. ഉച്ചയ്ക്ക് ശേഷം തന്നെ പോളിംഗ് നിരക്ക് കുത്തനെ കുറഞ്ഞു. അപൂർവം ഇടങ്ങളിൽ മാത്രമാണ് നിര നീണ്ടത്. അഖിൽ ഷാൻ സാർ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, എന്താണ് വോട്ടർമാർക്ക് ഒരു മടുപ്പ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് ബൂത്തുകളിലേക്ക് വരാൻ? ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ സാഹചര്യം എന്തായിരുന്നു പിന്നീട്?
വേണു ഗോപികൃഷ്ണൻ, നമുക്കറിയുന്ന പോലെ രാവിലെ മുതൽ തന്നെ മാവേലിക്കരയിലെ വിവിധ ബൂത്തുകളിൽ വിവിധ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. അത് ഉച്ചവരെ വലിയ രീതിയിൽ നീണ്ടുപോവുകയും ചെയ്തു. 2 അക്കം തികച്ച മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു മാവേലിക്കര എന്നുള്ളതിൽ പറയാതെ വയ്യ. 50% വരുന്ന വോട്ടുകൾ രേഖപ്പെടുത്തിയത് ഉച്ചവരെയുള്ള സമയങ്ങളാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഇടിവ് അത് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു മണിക്കൊക്കെ ശേഷം വലിയ രീതിയിൽ ആളുകൾ ബൂത്തുകളിൽ എത്തുന്നതിലേക്ക് കുറഞ്ഞു. അത് വൈകിട്ട് 3 മണിക്ക് ശേഷം ആളുകൾ വീണ്ടും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അതിനുശേഷവും വലിയ രീതിയിൽ ആളുകൾ എത്തുന്നത് ബൂത്തുകളിൽ ഉണ്ടായില്ല, ബൂത്തുകളിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മാവേലിക്കരയിൽ നിലവിൽ വന്നിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചാണ്. 65% വോട്ടുകൾ മാത്രമാണ് ഇത്തവണ മാവേലിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണയുമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 74%. ഏതാണ്ട് 10% കുറവ് വോട്ടിംഗിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ചൊക്കെ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ കടുത്ത ചൂടതിൽ ഏതെങ്കിലും കാരണമായിട്ടുണ്ടോ, ഇതിന് എങ്ങനെയാണ് ഈ പറയുന്ന മുന്നണികളെയൊക്കെ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും വിശദമായി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മത്സരം നടന്നൊരു മണ്ഡലമാണ്. അത്തരത്തിൽ ഈ വോട്ടിംഗ് ശതമാനമൊക്കെ ഇങ്ങനെ കുറയുമ്പോൾ അത് ഈ പ്രധാനപ്പെട്ട മുന്നണികളെ നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവിടെ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള കാര്യം കൂടി വീണ്ടും എടുത്ത് പരിശോധിക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ മത്സരം തന്നെയാണ് ഈ മണ്ഡലത്തിൽ നടന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഈ കൊടിക്കുന്നിൽ സുരേഷ് അല്പം പുറകിലോട്ട് പോയെങ്കിൽ, പ്രചരണത്തിൽ പുറകിലോട്ട് പോയില്ലെങ്കിൽ പിന്നീട് അത് വലിയ ശക്തിയോട് തിരിച്ചു വരികയും നമുക്ക് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ മണ്ഡലം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായ ഒരു ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലൊക്കെ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രചരണം എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇനി ഫലത്തിനായി കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ്. ശരി, മാവേലിക്കരയിൽ നിന്ന് അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് വടകരയിലേക്ക് പോകാം. വടകരക്കാറ്റ് എങ്ങോട്ട്? തുടക്കം മുതൽ അത്യന്തം നാടകീയമായിരുന്നു വടകര. സ്ഥാനാർത്ഥി മാറ്റം മുതൽ ദിവസവും എന്നതുപോലെ ഉയർന്ന വിവാദങ്ങൾ. രാത്രി നീണ്ട് വരുന്നതിലൂടെ ആ സസ്പെൻസ് തുടരുകയാണ്. ദീപക് ധർമ്മടമുണ്ട് നമ്മളോടൊപ്പം വടകരയിൽ നിന്ന്. ദീപക്, ഇപ്പോഴും നീണ്ട വരി കാണാൻ കഴിയുന്നുണ്ട് വടകരയിലെ പോളിംഗ് ബൂത്തുകളിൽ എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം. വടകരയിൽ വളരെ ഉയർന്ന ഒരു പോളിംഗ് നിരക്കാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഗോപി, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വടകരയിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഇപ്പോഴും പോളിംഗ് തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ തുടരുന്നത് തന്നെ പ്രധാനമായും ഈ ജനാധിപത്യ ഉത്സവത്തിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ജനത ഈ രാത്രിയിൽ പോലും, ഇപ്പോൾ സമയം 7 മണി പിന്നിട്ട് 7:30 ആവുന്നു, ഈ സമയത്ത് പോലും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ഒരു മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത തന്നെയാണ്. ഏതായാലും വടകരയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ പ്രാവശ്യത്ത് വന്നിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ വടകര മണ്ഡലത്തിൽ 72% പോളിംഗ് ആണ് ഇതിനകം, അതായത് 6:30 മണിയുടെ കണക്കാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ 72%. ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 73% തലശ്ശേരിയിലാണ്, 73.23 തൊട്ടു പുറകിൽ നിൽക്കുന്നത് കൂത്തുപറമ്പാണ്, അത് 71.93%. പേരാമ്പ്രയിലുമുണ്ട്. നാദാപുരത്തും കുറ്റ്യാടിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 6:30യുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറ്റ്യാടിയിൽ 67%, നാദാപുരത്ത് 68.14%. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അതായത് ഈ വോട്ടിംഗ് പാറ്റേൺ പഠിക്കുമ്പോൾ CPIM ഇടതുമുന്നണിക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിലാണ് ഈ പോളിംഗ് നിരക്ക് വൻതോതിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയത്ത് UDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വന്നിരിക്കുന്നു. പക്ഷേ ഇത് അന്തിമമായ കണക്കല്ല. സ്വാഭാവികമായും ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിലും. നമ്മുടെ പ്രതിനിധികൾ വടകര മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ രാഹുൽ സുരേഷും മിഥില ബാലനും ഒക്കെ നമ്മുടെ പ്രതിനിധികളുണ്ട്. ഇവരൊക്കെ തരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങളും വരുമ്പോൾ ഗോപി പറഞ്ഞതുപോലെ ചിലപ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഒരു റെക്കോർഡ് വർധനവ് പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും പോളിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ വിധി പ്രവചനാതീതമാകുന്നു വടകരയിൽ എന്നുള്ളത് തന്നെയാണ്. വടകരയിൽ മറ്റ് ഇടങ്ങളിലേതെന്നപോലെ തന്നെ വിധി പ്രവചനാതീതമാകുന്നു. പോളിംഗ് നിരക്ക് വളരെയധികം ഉയരുന്നു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ആലത്തൂരിലേക്ക് പോകാം. ആവേശം നിറച്ച് ആലത്തൂർ. അവസാന ദിവസം ആയുധവുമായി വിവാദം വന്ന മണ്ഡലമാണ് ആലത്തൂർ. പഴയ ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ മന്ത്രിക്ക് കഴിയുമോ? ശ്യാംകുമാർ ഉണ്ട് ആലത്തൂരിൽ നിന്ന്. ശ്യാം, എന്താണ് ആലത്തൂരിലെ നിലവിലെ അവസ്ഥ? എല്ലായിടത്തും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു, അതോ നിരയുണ്ടോ ഇപ്പോഴും? വിവരങ്ങൾ എന്തൊക്കെയാണ്?
വലിയ രീതിയിലുള്ള പോളിംഗ് നടന്ന മണ്ഡലമാണ് ഇന്ന് ആലത്തൂർ. കാരണം കഴിഞ്ഞ തവണത്തെ അടുത്തേക്ക് പോളിംഗ് പോകുമെന്നുള്ള ഉറപ്പാണ്. ഏതായാലും മണ്ഡലത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീ വോട്ടുകൾ ഇത്തവണ ഈ മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ അതാണ്. എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ വലിയ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ ആവേശത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് സ്ത്രീകളാണ്. അത് തന്നെ ഈ മണ്ഡലത്തിൽ എത്രത്തോളം നിർണായകമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാപ്പിള LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. അവിടെ സ്ലിപ്പ് കൊടുത്ത ശേഷം 6 മണിക്ക് ശേഷം സ്ലിപ്പ് കൊടുത്ത ശേഷം ഒരാളെ വോട്ട് ചെയ്യാനായിട്ട് റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ചില്ല എന്നുള്ളതാണ് പരാതി. ആ സ്ലിപ്പ് കൊടുത്ത ആൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ചോദിച്ചപ്പോൾ ചില പരാമർശങ്ങൾ വന്നു. അത് പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ തർക്കത്തിന് ഇടയാക്കിയത്. അവർ ഇപ്പോഴും കൂട്ടം കൂടി ഇന്ന് ഒരാളുടെ വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരാളുടെ വോട്ടാണ് അത് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കാതെ ഇരുന്നത്. അതിനിടെ വന്ന ചില പരാമർശങ്ങൾ കൂടിയാണ് പ്രശ്നമായത്. ആ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ്. ഏറ്റവും അവസാനം ഇവിടെ 100-150 ആളുകൾ വോട്ട് ചെയ്യാൻ നിന്ന സ്കൂളാണ് ഇത്. അവിടെയാണ് അവസാനം ഇനി ചിലർ വോട്ട് ചെയ്യാൻ ഉള്ളപ്പോൾ സ്ലിപ്പ് കൊടുത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതിയും അത് സമ്മതിക്കാതിരുന്നതോടുകൂടി വാക്കുതർക്കവും ഉണ്ടാകുന്നത്. ഏതായാലും പോലീസ് ഇവിടെയുണ്ട്. ഈ വോട്ടർമാർ ഇവിടെ ഉണ്ടായിരുന്ന ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാർ ഉണ്ട്. അവരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് വാതിലടച്ച പോളിംഗ് നടപടികൾ പൂർത്തിയായ ശേഷം വാതിലടയ്ക്കുന്നുണ്ട്. അകത്താണ് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു വോട്ടിനെ ചൊല്ലിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് പോകാം പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ടയിലെ ഗണിതം അതിസങ്കീർണമായി തുടരുകയാണ്. വോട്ടിംഗ് ശതമാനം നോക്കി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഒരു ഉത്തരം പറയാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? അവിടെ ഇതേപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. അവിടെ പോളിംഗ് ശതമാനം എങ്ങനെയുണ്ട്? ജനങ്ങൾ എങ്ങനെയാണ് പോളിംഗിനോട് പ്രതികരിച്ചത് പത്തനംതിട്ട മണ്ഡലത്തിൽ? അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഏറ്റവും അവസാനമായി ഈ പോരാട്ടം വലിയ പോരാട്ടത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ദൃശ്യം കൂടി കാണിക്കേണ്ടതുണ്ട്. ഒരു ഉമ്മ, അവരുടെ വോട്ട് രാവിലെ ആരോ വന്ന് കള്ള വോട്ട് ചെയ്തു പോയി എന്നാണ് പറയുന്നത്. ആ ഉമ്മയുടെ പ്രതികരണം ഇപ്പോഴും എത്രത്തോളം വീറും വാശിയും ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കും. അന്നേരം മാറിയിരിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ പേരില്ല, നിങ്ങൾ വോട്ട് ചെയ്തയച്ചു പോയവരാണെന്ന് അവര് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചെയ്യണ്ട, എനിക്ക് ചെയ്യണ്ട, ഒപ്പല്ല. അത് ഞാൻ പറഞ്ഞു. എന്റെ പേര് ഇങ്ങനല്ല എഴുതുന്ന, എന്റെ ഒപ്പുമല്ലെന്ന്. ഞാൻ ഇനി നമ്മുടെ വാർത്താ സംബന്ധമായ അല്ലെങ്കിൽ വാർത്താപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇവർ എന്തായാലും ഇവിടുന്ന് മടങ്ങി കഴിഞ്ഞു. അവർക്ക് അവരുടെ വോട്ട് മറ്റാരോ ചെയ്തു. ഇത് പന്തളം കടക്കാട് വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഏതാണ്ട് 10ഓളം വരുന്ന കള്ള വോട്ട് പരാതികൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആളുകൾ ചെയ്യുന്ന ഒരു പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രത്തോളം വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പക്ഷേ അത് പോളിംഗ് ശതമാനത്തിൽ കാണുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇനി 100ഓളം ബൂത്തുകളിലെ കണക്കിനിയും പുറത്തു വരാനുണ്ട്. അത് ഏതാണ്ട് 67 അല്ലെങ്കിൽ 66% മാത്രമേ പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ 74 അല്ലെങ്കിൽ 72 എന്ന ശ്രീജിത്ത് ശ്രീകുമാരൻ, ഇപ്പോഴേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു ഉമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട്, കള്ള വോട്ടാണ്, വോട്ട് രേഖപ്പെടുത്തി എന്ന് ചിലർ പറഞ്ഞു എന്നാണ്. ഇനി വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഹൈറേഞ്ച് കയറി വോട്ടാവേശം. ഇടുക്കിയിൽ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും പോളിംഗിൽ 2 സ്വഭാവം വ്യക്തമായി തന്നെ തെളിഞ്ഞു. കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലുമാണ് ഉയർന്ന പോളിംഗ്. ഇടുക്കിയിലും പീരുമേടും ദേവികുളത്തും കുറഞ്ഞ പോളിംഗ് ആണ്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, എന്താണ് ഈ പോളിംഗിലെ ഏറ്റക്കുറച്ചിലുകൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് പോളിംഗ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 76.26% പോൾ ചെയ്തെടുത്ത് നിലവിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 64.5 മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതൊരു 70% വരെ പോയേക്കാം. പക്ഷേ അപ്പോഴും ബാക്കി 6.5% ഒരു വ്യത്യാസമുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ അത്രയും പോൾ ചെയ്യുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിലേക്ക് പോയ വോട്ടുകളുണ്ട്, അത് നിഷ്പക്ഷ വോട്ടുകളുണ്ട്, അത് തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. മറിച്ച് UDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് പോൾ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുകയാണ്. ഹൈറേഞ്ച് മേഖലയിൽ ഉടുമ്പൻചോലയിലാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്നത്. തോട്ടം മേഖലയിലെ വോട്ടുകളാണ്. അവർ രാവിലെയും വൈകിട്ടുമായി പരമാവധി വോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ എടുത്തു പറയുകയാണെങ്കിൽ അത് MM മണിയുടെ മണ്ഡലമാണ് ഉടുമ്പൻചോല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MM മണിയുടെ ഭൂരിപക്ഷം 38,000-ഓളമായിരുന്നു. ആ ഒരു വലിയ ആത്മവിശ്വാസം LDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനസ്സിലാക്കി, പ്രത്യേകിച്ച് തീരദേശത്തിലും ഗ്രാമദേശത്തിലും നല്ല എണ്ണം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം എന്നൊരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെ, അത് നന്നായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ലൈനിൽ. എൻ്റെ കേസ് 40 മിനിറ്റ് ആയിരുന്നു, അദ്ദേഹം 1 മണിക്കൂർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്ക് നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. അവരെന്നെ പറഞ്ഞു അവർക്കൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇല്ല, മെഷീൻസ് ഒരു തകരാറുമില്ല എന്ന് പറയുന്നു. 1-2 സ്ഥലത്ത് മെഷീൻ തകരാറുണ്ടായിരുന്നു. പക്ഷേ മെഷീനിൽ ഒരു പ്രശ്നമില്ലാത്ത ഭാഗത്തും കൂടി വലിയ ഡിലേസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. ഞാൻ വേറെ കാര്യം മനസ്സിലാക്കുന്നത് അവർ ഈ മണിക്കൂറുകൾ നീട്ടി കുറച്ചും കൂടി സമയം കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് അവർക്ക് അനുവാദം കിട്ടിയില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ അവരെല്ലാം 6 മണിക്ക് തന്നെ പൂർത്തിയാക്കണം. പക്ഷേ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരാണ് സംസാരിച്ചത്. തികഞ്ഞ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ പോളിംഗിന് ശേഷമുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പല ബൂത്തുകളിലും നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. അവർ പേര് കൊടുത്ത ആളുകൾക്കൊക്കെ അവർക്ക് പോളിംഗ് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകും. എന്താണ് കേരളത്തിലെ പൊതുവായിട്ടുള്ള ട്രെൻഡ്? ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോളിംഗിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? കഴിഞ്ഞ മുൻ തവണത്തേക്കാൾ പോളിംഗ് നിരക്ക് കൂടിയിട്ടുള്ളത് എവിടേക്കാണ്? ഏതൊക്കെ ഇടങ്ങളിലാണ് പോളിംഗ് നിരക്കുകൾ കുറഞ്ഞിട്ടുള്ളത്? മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ പോളിംഗ് ദിനത്തിലെ മുഴുവൻ വിവരങ്ങളും 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി പോകാനുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. തീപാറുന്ന പോരാട്ടം നടക്കുന്ന കോട്ടയം ആരുടെ കോട്ടയാണ് ഇത്തവണ? കേരള കോൺഗ്രസുകൾ അധീശത്വത്തിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ കോട്ടയത്തേക്കാണ് ഇനി. ഒപ്പം സ്വന്തം രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങുകയും ചെയ്ത മണ്ഡലം. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ടോബി, കഴിഞ്ഞ തവണ UDF-നൊപ്പം ഉണ്ടായിരുന്ന കക്ഷി ഇത്തവണ LDF-ൽ നിന്ന് മത്സരിക്കുന്നു. കേരള കോൺഗ്രസുകൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നു. കോട്ടയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സവിശേഷതകൾ ഏറെയുണ്ട് അവിടെ മത്സരത്തിന്. എന്താണ് കോട്ടയത്തെ പോളിംഗ് സംബന്ധിച്ച് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി, വേണു, എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അതിന്റെ ഒരു പ്രതിഫലനം ഈ ഒരു പോളിംഗിൽ കണ്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണ 75.44% വോട്ടാണ് പോൾ ചെയ്തത്. എന്നാൽ ഇത്തവണ അത്രയും വന്നില്ല എന്നുള്ളത് മാത്രമല്ല 65% ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കുന്നത്. ഇനിയും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. 1198 ബൂത്തുകളാണ് മൊത്തമുള്ളത്. ഇതിൽ 1160 ബൂത്തുകളിലെ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും ബൂത്തുകൾ മാത്രമാണ് വരാനുള്ളത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം അധികമൊന്നും
മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 65-നും 70-നും ഇടയിൽ തന്നെ വന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഈ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയപ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന്, വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടതാണ് ആ ഇരു മുന്നണികളിലെയും ആളുകൾ കൂടുതലായി എത്തുന്നില്ല. അതായത് ആളുകളുടെ കുറവ് വലിയ രീതിയിൽ പ്രകടമായിരുന്നു ഈ കൊട്ടിക്കലാശത്തിലൊക്കെ. അത്തരത്തിൽ അതിന് സമാനമായ രീതിയിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. വൈക്കത്ത് മാത്രമാണ് പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ടോബി ജോൺസണാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് എറണാകുളത്തേക്ക്. എറണാകുളം പ്രചാരണക്കാലത്ത് എന്നതുപോലെ പോളിംഗ് ദിവസവും ശാന്തമായിരുന്നു. മെട്രോ നഗരം വളരെ സ്വസ്ഥതയോടുകൂടി വോട്ട് രേഖപ്പെടുത്തി ഒച്ചപ്പാടില്ലാതെ വീടുകളിലേക്ക് മടങ്ങി. എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, നഗരത്തിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലും എല്ലാം വളരെ സജീവമായി വോട്ടർമാർ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കുകൊണ്ടു. എന്താണ് ഒടുവിലത്തെ ചിത്രം? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് കുസാറ്റിലാണ്. ഇവിടേക്കാണ് ഈ ബൂത്തുകളിൽ നിന്നുള്ള ബാലറ്റ് പെട്ടികൾ കൊണ്ടുവരേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബാലറ്റ് പെട്ടികൾ സൂക്ഷിക്കുന്നതും കുസാറ്റിലെ ഈ ക്യാമ്പസിനുള്ളിലാണ്. ഇവിടെ പോലീസിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ ബൂത്തുകളിൽ നിന്നുള്ള പെട്ടികൾ ഇവിടേക്ക് എത്തിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 67.82 ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അത് ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 2-3 ശതമാനത്തിനടുത്ത് ഉയരും എന്ന് തന്നെയാണ് കരുതുന്നതും. കാരണം പല ബൂത്തുകളിൽ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അടക്കം ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരെ അതിന്റെ അന്തിമ നടപടിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരല്പം കൂടി പോളിംഗ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ തീരദേശ മേഖലയിലും നഗരമേഖലയിലും അടക്കം കഴിഞ്ഞ തവണത്തേക്കാൾ ആളുകൾ സജീവമായി വോട്ടിംഗിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെലിബ്രിറ്റികൾ അടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്യാനെത്തി എന്നുള്ളതും രാവിലെ മുതൽ നമ്മൾ കാണുകയും ചെയ്തു. 67.82 എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറഞ്ഞതല്ല ഈ നഗരമണ്ഡലത്തെ സംബന്ധിച്ച്. അത് കുറച്ചുകൂടി അതിൽ മാറ്റം വരികയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഏറ്റുമുട്ടൽ നേരത്തെ പ്രചാരണ രംഗത്ത് ശാന്തം എന്നതുപോലെ തന്നെ ശാന്തം തന്നെയായിരുന്നു. രാവിലെ ചില സ്ഥലങ്ങളിൽ ഈ വോട്ടെടുപ്പ് നീണ്ടുപോയി. അത് ഈ മെഷീനുകളുടെ പ്രശ്നം കൊണ്ടാണ് വോട്ടെടുപ്പ് നീണ്ടുപോയത്. ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്തെ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കിനി പോകാനുള്ളത് തൃശ്ശൂരിലേക്കാണ്. ഇരട്ടപ്പൂര ലഹരിയിൽ തൃശ്ശൂർ. സംസ്ഥാനം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തൃശ്ശൂരിലെ വിവരങ്ങൾക്കാണ്. സൂരജ് സജി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, രാവിലെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു റിപ്പോർട്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് പോളിംഗ് ശതമാനം 34-35 ആയിരുന്നു ഉച്ചവരെ. ഇപ്പോൾ എന്തായി തൃശ്ശൂരിലെ പോളിംഗ്? എല്ലായിടത്തും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു? അതായത് എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞു? എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, എന്തായാലും തൃശ്ശൂരിലെ വോട്ടെടുപ്പ് പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് LP സ്കൂളിലാണ്. അവിടെ അവസാന വോട്ടറും ഇപ്പോൾ ഈ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ഈ ബ്ലാങ്ങാട് ബീച്ച് അടക്കം ഈ തീരദേശ മേഖലയിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോഴും നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബ്ലാങ്ങാട് ബീച്ചിന് സമീപമുള്ള ബൂത്തിൽ 100-ലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുടയിലും വലിയ നിര ചില ബൂത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ടോക്കൺ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇവരെ എല്ലാവരെയും ക്യൂവിൽ നിർത്തിയിരിക്കുന്നത്. പലരും ഈ മണിക്കൂറുകൾ പിന്നിട്ടതോടെ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. 71% നിലവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 77.86 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് കുറഞ്ഞത് ആരെ തുണയ്ക്കും എന്നത് പ്രകടമാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ജില്ലയിൽ തകർന്നു എന്നുള്ളതാണ് ഇന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ള പടലപ്പിണക്കം പോലും വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇടതുപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. എന്തായാലും ഈ കണക്കുകൂട്ടലുകളിൽ ഈ വോട്ടെടുപ്പ് കുറഞ്ഞത് എങ്ങനെ പ്രതിഫലിക്കും എന്നതിലേക്ക് മുന്നണികൾ പോയിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ.
ശരി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് തൃശ്ശൂരിലെ പോളിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനം അതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം 66.39 ഏറ്റവും ഒടുവിൽ വരുന്നത്. ആറ്റിങ്ങൽ 69.36%. കൊല്ലം 67.79%. പത്തനംതിട്ട 63.32. മാവേലിക്കരയിൽ 65.83%. ആലപ്പുഴ 74.14. കോട്ടയത്ത് 65.57. ഇടുക്കി 66.34%. എറണാകുളത്ത് 67.82. ചാലക്കുടി 71.50. തൃശൂരിൽ 71.70. പാലക്കാട് 72.20. ആലത്തൂരിൽ 72.12%. പൊന്നാനി 67.22. മലപ്പുറത്ത് 71.10%. കോഴിക്കോട് 72.67. വയനാട് പോളിംഗ് 72.52. വടകര 72.71. കണ്ണൂരിൽ 75.32. കാസർഗോഡ് 73.84%. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനമാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള കണക്കാണ് ഈ വന്നിരിക്കുന്നത്. രാവിലെ മുതൽ പ്രേക്ഷകർ 24 കാണുമ്പോൾ വളരെ വലിയ സ്വീകാര്യത പ്രേക്ഷകർക്കിടയിൽ 24 ലഭിച്ചിട്ടുണ്ട്. ഈ പോളിംഗ് ദിനത്തിൽ ജനങ്ങൾ വിധി എഴുതിയ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. യൂട്യൂബിൽ വളരെ വലിയ ഒരു പ്രേക്ഷക പിന്തുണ കാണാൻ കഴിഞ്ഞിരുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണ 24 ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ യൂട്യൂബ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24ന്റെ യൂട്യൂബ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തുടർന്നും പ്രേക്ഷകരുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി പൊന്നാനിയിലേക്ക്. പൊന്നാനിയിൽ എന്തുകൊണ്ട് ഉച്ച കഴിയും വരെ പോളിംഗ് ശതമാനം കുറഞ്ഞു? വൈകിട്ട് കൂട്ടമായി വോട്ടർമാർ എത്തിയത് എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ഉത്തരമായി സമസ്ത വിഷയങ്ങളിലേക്കും എത്തുന്ന കാരണങ്ങളുമുണ്ട്. അതിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതെ, സമീർ ബിൻ കരീം പൊന്നാനിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം പത്തനംതിട്ടയാണ് പോളിംഗിൽ ഏറ്റവും പിന്നിൽ. ഒരുപക്ഷെ പൊന്നാനിയാണ് അതിന്ന് നേടുമെന്ന സംശയങ്ങൾ ഉയർത്തിയിരുന്നത്. കാരണം അത്ര പതിഞ്ഞ നിലയിലായിരുന്നു അവിടെ പോളിംഗ് പുരോഗമിച്ചത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? വേണു, നിലവിൽ പൊന്നാനിയിൽ 67.22% പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലത്തെ വോട്ടിംഗ് ശതമാനം എന്നുള്ളത്. ഉച്ച മുതലാണ് ആളുകൾ കൂട്ടമായും കുടുംബമായും ഒക്കെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയായതിനാൽ കൂടുതൽ ആളുകൾ നമസ്കാര ശേഷമാണ് എത്തിയിരുന്നത്. പിന്നീട് കടുത്ത ചൂടുമെല്ലാം തന്നെ ഇതിന് കാരണമായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 74.98% ആകെ ഉണ്ടായിരുന്ന പോളിംഗ്. എന്നാൽ അതിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോളിംഗ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. എന്നാൽ ഇത് വലിയ തോതിൽ പോളിംഗ് ശതമാനം ഉയർത്തുമെന്നുള്ള കണക്കുകൂട്ടലെല്ലാം തന്നെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ ഘട്ടത്തിൽ വിവിധ അവകാശവാദങ്ങളുമായി LDFും UDFും രംഗത്തെത്തിയിരിക്കുകയാണ്. LDF പറയുന്നത് പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ അവർ നിലവിൽ LDFന് പ്രത്യേകിച്ച് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ ലീഗിനോടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് കൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറവ് എന്നുള്ളതാണ് LDF. സമീർ പറഞ്ഞ പോലെ തന്നെ പൊന്നാനിയിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതിന് മുന്നണികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് പൊന്നാനിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഔദ്യോഗികമായ പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ട്രെൻഡുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കണ്ണൂർ ജില്ലയിലേക്കാണ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ കരുതി വെച്ചത് എന്താ? തലയെടുപ്പുള്ള രാഷ്ട്രീയക്കാരുടെ അതിഗംഭീര മത്സരം നടന്ന കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. സജോ ദേവസ്യ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടമാണ് കണ്ണൂര് ഇന്ന് സാക്ഷിയായത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? വേണു, ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 74.78 പോളിംഗ് ശതമാനം. അത് പക്ഷേ വർദ്ധിക്കും. കഴിഞ്ഞ തവണ 83.21 പക്ഷേ പോളിംഗ് ശതമാനം കുറയുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാലും 80 അടുക്കും എന്നതാണ് പോളിംഗ് ശതമാനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇടതുമുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മട്ടന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയത്.
ഒപ്പം UDF കൂടുതൽ പ്രതീക്ഷയുള്ള ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ എന്നീ അസംബ്ലി മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം താരതമ്യേന മെച്ചപ്പെട്ടതല്ല. ഇതാണ് കണക്കുകളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. LDF നേരത്തെ പ്രതീക്ഷ വച്ചിരുന്നതാണ്. അതേസമയം UDF കൂടുതൽ സ്വാധീനമുള്ള തളിപ്പറമ്പ് നഗരസഭയടക്കം മട്ടന്നൂർ നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഇരു മുന്നണികൾക്കും ആശ്വസിക്കാൻ കഴിയുന്ന കണക്കുകൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രോങ് ഹോൾഡുകളിലൊക്കെ വലിയ തോതിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു സൂചകമാണ്. പക്ഷേ പോളിംഗ് ശതമാനം കുറയുന്നത് പൊതുവിൽ സാമ്പ്രദായിക രീതി അനുസരിച്ച് പഴയ നിലയ്ക്കുള്ള വാദത്തിലേക്ക് പോകാൻ കഴിയില്ല. പലപ്പോഴും അത് LDFനെ തുണയ്ക്കും എന്ന് മുൻകാലങ്ങളിൽ വാദിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ലാത്ത കണക്കുകൾ സമീപകാലത്ത് ഉണ്ട് താനും. അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രഡിക്ഷനിലേക്കൊന്നും പോകാൻ കഴിയില്ലെങ്കിലും ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്. പക്ഷേ അപ്പോഴും സസ്പെൻസ് ത്രില്ലർ എന്നത് കണ്ണൂർ സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ട്രെൻഡുകൾ നമ്മൾ പരിശോധിച്ചു.